അല്ല, ഇന്ത്യൻ ടൂവിന് എന്താ കുഴപ്പം? എല്ലാവരും ട്രെയിലർ കണ്ടിട്ട് വളരെ മോശമായിട്ടൊക്കെ പറയുന്നു തോന്നി. അപ്പോൾ ഹെയ്റ്റ് ക്യാമ്പയിൻ ആണോ അല്ലയോ എനിക്കറിയില്ല. നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. படிப்புக்கேத்த வேலை இல்ல, வேலைக்கேத்த சம்பளம் இல்ல, கட்டுற டாக்ஸ்க்கு தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. തമിഴില് സ്ഥിരമുള്ള திருடுறவன் திருடிட்டு தான் இருக்க போறான், தப்பு செய்யறவன் தப்பு செஞ்சுட்டு தான் இருப்பான். വിഷ്വലൊക്കെ രസമുണ്ട് കേട്ടോ. நம்ம ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருக்கும். சிஸ்டம் சரியில்லை, சரி பண்ணணும் வாய்க்கே பேசுவோம். ஆனா அந்த சரி செய்யறதுக்கு ஒரு துரும்ப கூட கிள்ளி போடுறது இல்ல. സിദ്ധാർത്ഥ ഒരു നല്ല ചോയ്സാണ് സിനിമയ്ക്ക്. ബിക്കോസ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു നടനാണ്. ശങ്കറിൻ്റെ തന്നെ വേറെയും കുറേ പടത്തിലെ കുറേ സംഭവങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? വേണിച്ചിട്ടും சின்ன வயசுல நேர்மை தவறக்கூடாது, பொய் சொல்லாது, திருடாது, நீங்க தானே சொல்லி தந்தீங்க. வளர்ந்த அப்புறம் இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. കമൽഹാസന്റെ കഥാപാത്രം പുള്ളി ഇപ്പോൾ ഉണ്ടാവേണ്ട കാര്യം ദശാവതാരവും ഒക്കെ കൂടി മിക്സായ പോലെ ഉണ്ട്. Oh my God, கொஞ்சம் ஓவரா தெரியுது. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് എല്ലാവർക്കും പറയാനുള്ളത് പോലെ തന്നെ എനിക്കും ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നുന്നത്, സിനിമയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും പടപടയെന്ന് പറഞ്ഞിട്ട് കുറേ ഷോർട്സ് പോയിട്ടുണ്ട്. അതിനേക്കാളും നല്ലത് നമുക്കൊരു പിക്ചർ തരുന്ന രീതിയിൽ ഒരു സംഭവമായിരുന്നെങ്കിൽ കൂടി, ഒരു ഇമ്പാക്റ്റ് തരുന്ന ഒരു സംഭവമായിരുന്നെങ്കിൽ കൂടി നല്ലതായിരുന്നു എന്ന് തോന്നി. പിന്നെ കമൽഹാസൻ്റെ കഥാപാത്രം എനിക്ക് ഒട്ടും കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇതൊരു ഹേറ്റ് ക്യാമ്പയിൻ ഒന്നും ആയിരുന്നില്ല കേട്ടോ. എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒരു കാര്യം എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല, നെടുമുടി വേണു അദ്ദേഹത്തെ തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര ബിലീവബിൾ ആയിട്ടാണ്. വേണു സാറിനെ കൊണ്ടുവരുമ്പോൾ അതിൽ ഒന്ന് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉണ്ട്, പ്ലസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയും കൂടെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ അവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വർക്ക് അവർ എപ്പിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിട്ടുണ്ട്, ശരിക്കും ബിലീവബിൾ ആയിട്ടുണ്ട്. പക്ഷേ അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞിട്ട് ബാക്കി ട്രെയിലറിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര അൺസാറ്റിസ്ഫാക്ഷൻ ആണ് തോന്നിയത്. സിദ്ധാർത്ഥൻ്റെ ക്യാരക്ടർ കൊള്ളാം. സിനിമയിലുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ കുഞ്ഞു ഷോർട്സ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു പോയിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളെയും അവർ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെതിരെ ബാനിങ് സംഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളെ, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ, ഇപ്പോഴത്തെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകളെ കാണിച്ചിരിക്കുന്നത്, അതിനെ എങ്ങനെയാണ് ഈ സിനിമ നോക്കിക്കാണുന്നത് എന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ എനിക്ക് പ്രതീക്ഷ കുറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തമിഴ് സിനിമകളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇതേ വിഷയങ്ങൾ സംസാരിക്കുകയും നായകൻ അതിനെതിരെ പോരാടുകയും എല്ലാം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പലപ്പോഴും സൊല്യൂഷൻസ് കാണിച്ചിട്ടുണ്ട്, പൊതുജനങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇത്തരം സിനിമകൾ. ഭൂരിഭാഗം സമയത്തും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷ എനിക്ക് ഇല്ല. പിന്നെ ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമയുടെ ട്രെയിലർ കണ്ടൊരു ഫീൽ മാത്രമേ കിട്ടിയുള്ളൂ. ഒരു ശങ്കർ സിനിമയുടെ ഫീലോ ഇന്ത്യൻ ടൂവിൻ്റെ എന്ന് പറയുന്ന ഒരു ഫീലോ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് കിട്ടിയില്ല. സോ ഒന്നും പറയാറായിട്ടില്ല. ഒരുപാട് പേര് ഈ ട്രെയിലർ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.